നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ബാക്കിയായ ദോശമാവ് കൊണ്ട് വൈകുന്നേരം 5-10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായ നല്ലൊരു പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് പ്രധാനമായും വേണ്ടത് ദോശമാവാണ്. ഞാനിവിടെ രാവിലെ ദോശ ഉണ്ടാക്കി ബാക്കി വന്ന അധികം പുളിയില്ലാത്ത 1/4 കപ്പ് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ രാവിലെ ബാക്കി വന്ന ദോശമാവ് കൂടുതൽ പുളിച്ചു പോവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് ഈ പലഹാരം തയ്യാറാക്കാം. അതല്ലെങ്കിൽ അരിയും ഉഴുന്നും കൂടി ദോശമാവിൻ്റെ പാകത്തിന് അരച്ചെടുത്ത് പുളിക്കാനൊന്നും വയ്ക്കാതെ ഉടനെ തന്നെ ഈ പലഹാരം തയ്യാറാക്കാവുന്നതാണ്. ഈ മാവ് ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് കട്ടിയാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർക്കാം. മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടും തരിയില്ലാത്ത വറുത്ത അരിപ്പൊടി ചേർക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇതിൽ കൂടുതൽ ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈദ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച ശേഷം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ 1 മിനിറ്റോളം ഇതിൻ്റെ എല്ലാം പച്ചച്ചുവ മാറി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചച്ചുവയൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം വഴറ്റി സവാളയൊന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് 1-2 മിനിറ്റ് ക്യാരറ്റിൻ്റെ പച്ചച്ചുവ മാറിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി പച്ചച്ചുവയെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർക്കാം. ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാല ചേർത്താലും മതി. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. ആദ്യമേ ഉപ്പ് ചേർത്ത് വെച്ചിരുന്ന മാവ് എടുത്തത് കൊണ്ട് ഇതിലിപ്പോൾ ഉപ്പ് പാകമാണ്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള മാവാണ് എടുക്കുന്നതെങ്കിൽ മാവിൻ്റെ പുളി അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതുപോലെ സ്പൂണിൽ കോരി ഒഴിക്കുമ്പോൾ പതുക്കെ വിട്ടുവരുന്ന കുറച്ച് കട്ടിയായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പലഹാരം തയ്യാറാക്കാനായി തുടങ്ങാം. നമ്മുടെ പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലൊരു പാൻ വെച്ച ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം തീയൊന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് മാവ് കോരി നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു സൈഡ് ഇതുപോലെ കളറെല്ലാം മാറി പാകത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് പാകത്തിനൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട ശേഷം വീണ്ടും ഒരു 1 മിനിറ്റ് കൂടി എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് തീ കുറച്ച് കൂട്ടി വെച്ച് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും പാകത്തിനൊന്ന് മൊരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നതിന് മുൻപ് നല്ലൊരു സ്വാദിനായിട്ട് ഇതിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ദോശമാവ് കൊണ്ടുള്ള പലഹാരം ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം. അതല്ല സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാ ചട്നിയുടെയോ തക്കാളി ചട്നിയുടെയോ കൂടെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ സ്വാദുണ്ടാവും. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തിടാനും കൂടി പറ്റിയ നല്ലൊരു പലഹാരം കൂടിയാണിത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റ് റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.